ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തണലത്ത് വെച്ച് കിളിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ നടുന്നതെന്ന് നോക്കാവേ. അതാ ഞാൻ പുതിയൊരു ഗ്രോ ബാഗ് പരിചയപ്പെടുത്താവേ. അതെ, ഇപ്പം എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ഗ്രോ ബാഗാണ്. എൻ്റെ വിലയൊന്നും എനിക്കറിയത്തില്ല എത്രയാണെന്നൊന്നും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നതുണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിപ്പോൾ ഇഞ്ചി നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ അതാ അപ്പോൾ ഇങ്ങനെ കീറി ഈ ഭാഗത്തുനിന്ന് ഇഞ്ചി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത്. എനിക്കിതിൻ്റെ എത്രത്തോളം നല്ലതാണെന്നൊന്നും അറിയത്തില്ല. അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമല്ല അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി ഇതിനകത്തുനിന്ന് മാന്തി എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ഇഞ്ചി നടാൻ പോകുന്നത്, സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ശരിക്കും അറക്കാതെ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ അരിയിലാണ് ഇടുന്നത്. ഞാൻ കൊന്നയിൽ വേണമെങ്കിൽ കൊന്നയിൽ ഇടാം, ചാണകപ്പൊടി വേണമെങ്കിൽ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം, അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മണ്ണുണ്ട്, ഇതിനകത്ത് ഞാൻ നേരത്തെ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടിരുന്ന മണ്ണാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് വളങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കരിയിലൊക്കെ ചേർന്ന മണ്ണുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ല എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് എല്ലാ വളങ്ങളും ഉണ്ടെങ്കിലേ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൃഷി നമുക്ക് ചെയ്യും. ഇങ്ങനെ ആയാലും നമുക്ക് ചെയ്യാം. ഞാൻ പകുതി ഭാഗമേ നിറച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് വളമൊക്കെ ചെയ്ത് കൊടുക്കണ്ടായോ, അതുകൊണ്ട് ഇത്രയും ഭാഗമേ നിറച്ചിട്ടുള്ളൂ. വീണ്ടും നമുക്ക് ചാണകപ്പൊടിയോ എന്തെങ്കിലും കൈ കിട്ടുന്ന വളമൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. എന്താ ഇതേപോലെ ചെറിയ പീസ് ഇഞ്ചി മതി. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടി ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് ഇത്ര ഒരു കഷ്ണം ഇഞ്ചി മതി ഒരു ഗ്രോ ബാഗിൽ നടന്നതിന് വേണ്ടി. അപ്പോൾ നമുക്കത് അതിനകത്ത് ഞാൻ നട്ടു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിയിലയും കൂടെ ഇങ്ങനെ ആദ്യം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആശ്വാസം നമുക്ക് കിട്ടുന്ന ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ജൈവവളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ വളർച്ചയനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗ്രോ ബാഗിപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് ഞാൻ തിരിച്ച് ഇതേപോലെ അടച്ച് വെക്കാം. ഇങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ വലിയ ചിലവുകളൊന്നുമില്ല, നമുക്ക് കൃഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പൈസയൊന്നും മുടക്കാതെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഈ രീതിയിൽ അടുക്കള ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം.